ഫ്രണ്ട്സ്, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്പീക്കിംഗ് അബൌട്ട് പ്ലേസസ് ആൻഡ് ലൊക്കേഷൻ, അതായത് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസസ്. ഗ്രാമറാണ്, പ്രോപ്പർ ഗ്രാമർ. പ്രിപ്പോസിഷൻസ് മിക്ക ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. സോ ഇന്നത്തേൽ നിങ്ങൾക്ക് അറിയാവുന്ന നോളജിൽ നമ്മൾ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തരും. സോ അതെങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, എവിടേക്ക് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങളുടെ നോളജ് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. എല്ലാത്തിനും മുമ്പേ നമസ്കാരം. ക്യാപ്ഷനിൽ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ലാണ്ട് വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമുക്ക് പ്രിപ്പോസിഷൻസ് നോക്കാം. പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസസ് ആൻഡ് ലൊക്കേഷൻ. ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഒരു സാധനത്തിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് ഡിഫൈൻ ചെയ്യാൻ ഏതൊക്കെ പ്രിപ്പോസിഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്? ഉദാഹരണത്തിന് ഓൺ, എബവ്, ഓവർ, ഇൻ ഫ്രണ്ട് ഓഫ്, ബിറ്റ്വീൻ, നിയർ, നെക്സ്റ്റ് ടു, അക്രോസ്, ബിഹൈൻഡ്, അണ്ടർ, ബിലോ, ബിസൈഡ്. ഇത് കൂടാണ്ട് വേറെ ഒരുപാടുണ്ട്. അപ്പം ഇത്തരം സാധനങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ യൂസേജ് എവിടെയാണ്, എപ്പോഴാണ് വരേണ്ടത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. കാര്യം ഐ മീറ്റ് യു അറ്റ് ദ പാർട്ടി, അല്ലെങ്കിൽ ഇൻ ദ പാർട്ടി, അല്ലെങ്കിൽ ഓൺ ദ പാർട്ടി, എന്താണ് നമുക്ക് അവിടെ ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് അറിയത്തില്ല. സോ അത്തരം കൺഫ്യൂഷൻസ് നമുക്ക് ഇന്ന് കുറച്ചെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. ഓൾറൈറ്റ്, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഈ ഒരു ഇമേജ് കണ്ടോ? ഈ ഒരു ഇമേജ് കണ്ടോ? അപ്പം ഈ ഒരു ഇമേജിൽ എന്താ പറഞ്ഞത്? ക്ലോത്ത്സ് ആർ ഡാഷ് ദ ക്ലോസറ്റ്. എവിടെയാണ് ക്ലോത്ത്സ്? ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? ഗസ് ചെയ്ത് ഞാൻ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്തോളൂ. Correct. In the closet. അതുപോലെ തന്നെ the water is dash the bottle. വാട്ടർ എവിടെയാണ്? ബോട്ടിലിൻ്റെ ഉള്ളിലാണ്. ഉള്ളിൽ നിന്ന് വരുമ്പം ഇൻ. കറക്റ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തിൻ്റെങ്കിലും ഉള്ളിലുള്ള സാധനത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ എന്ന് പറഞ്ഞിട്ട് ഇൻ ഉപയോഗിച്ചാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓൾ റൈറ്റ്, അടുത്ത 2 ഇത് നോക്കുക. ഒരു കുതിര, കുതിരയുടെ മേളിലൊരു കഴുത. അതുപോലെ തന്നെ ഒരു സോഫയിൽ ഒരു പട്ടി ഇരിക്കുന്നു. The donkey is dash the horse. Dog is sitting dash the couch. എന്താണ്? ഒന്നിൻ്റെ മേളിലാണ്. അപ്പം the donkey is on the horse. On ആണ് അവിടെ വരുന്നത്. The dog is sitting on the couch. മേളിലാണ് ഇരിക്കുന്നത്. ഓൾറൈറ്റ്, ഒരു സാധനത്തിൻ്റെ മേളിലിരിക്കുമ്പോൾ, അതായത് ഇപ്പം സോഫേമേൽ ഇരിക്കുന്നു അല്ലെങ്കിൽ കുതിരമേൽ ഇരിക്കുന്നു, നമ്മൾ പറയുന്നതിന് ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമ്പിൾ സാധനങ്ങളാണിത്. ഓക്കെ, അറിയാത്തവർക്കുണ്ടെങ്കിൽ അത് പഠിക്കുക. ഇങ്ങനെയാണ് നമ്മൾ, അതായത് എളുപ്പത്തിലുള്ള പ്രിപ്പോസിഷൻസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇത് നോക്കുക, ആൾക്കാർ പാർട്ടി ചെയ്യുവാണ്. അപ്പം പാർട്ടിയിലാണ്. അപ്പം അതെങ്ങനെ പറഞ്ഞാൽ ദീസ് പീപ്പിൾ ആർ ഡാഷ് എ പാർട്ടി, അല്ലെങ്കിൽ ഐ വിൽ മീറ്റ് യു ഡാഷ് 9 PM. ഇവിടെ എന്തായിരിക്കും പറഞ്ഞത്? ദീസ് പീപ്പിൾ ആർ അറ്റ് എ പാർട്ടി, ഐ വിൽ മീറ്റ് യു അറ്റ് 9 PM. അറ്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് എന്ന് പറയുന്നതിന് നമ്മൾ അറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു ടൈം സ്പെസിഫൈ ചെയ്ത്, ഒരു മീറ്റ് ചെയ്യുന്ന ടൈം നമ്മൾ ആരെങ്കിലും സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ അറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓർത്ത് വയ്ക്കും. ഓൾ റൈറ്റ്, അടുത്ത 2 നോക്കുക. ഒരു പെണ്ണിരിക്കുന്നു, 2 സീറ്റ് വേക്കൻ്റ് ആണ്, ഒരു വലിയ വീടുണ്ട്. ഓക്കെ, ദ സീറ്റ് ഡാഷ് ഹർ ഇസ് വേക്കൻറ്റ്. ദ ഹൗസ് ഡാഷ് മൈൻ ഇസ് ഹ്യൂജ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട് ഭയങ്കര വലുതാണ്. ആ പെൺകുട്ടിയുടെ അടുത്തുള്ള സീറ്റ് വേക്കൻ്റ് ആണ്. അടുത്തുള്ള, അപ്പം ദ സീറ്റ് എക്സാക്ട്ലി നെക്സ്റ്റ് ടു ഹർ ഇസ് വേക്കൻറ്റ്. ദ ഹൗസ് നെക്സ്റ്റ് ടു മൈൻ ഇസ് ഹ്യൂജ്. എൻ്റെ തൊട്ടടുത്തുള്ള, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട് അല്ലെങ്കിൽ അവൾ ഇരിക്കുന്നതിൻ്റെ അടുത്തുള്ള സീറ്റ്. നെക്സ്റ്റ് ടു എന്ന് പറയുന്ന ഒരു പ്രോപ്പർ യൂസേജ് ആണ്. ഓൾ റൈറ്റ്, ഓക്കെ. ഒരു പെണ്ണ്, തൊട്ടപ്പുറത്തൊരു നദി, ഒരു ടെൻറ്റ്. അതുകൂടാണ്ട് ഇതെന്താണ്? ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, ഒരു ബോട്ടും ഉണ്ട്. കൊള്ളാം. ഷീ ഈസ് ക്യാമ്പിംഗ് ഡാഷ് ദ റിവർ. ഓൺ ദ റിവർ ആണോ? ഇൻ ദ റിവർ ആണോ? റിവറിൻ്റെ ഉള്ളിലാണോ ഇരിക്കുന്നത്? അറ്റ് ദ റിവർ ആണോ? അതൊരു ഈവൻ്റ് ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, ജസ്റ്റ് ഇരിക്കുവാണ് പുള്ളിക്കാരി. ദ ബോട്ട് ഇസ് ഡാഷ് ദ ലൈറ്റ് ഹൗസ്. ഇത്തരം സിറ്റുവേഷനിൽ, അതായത് അടുത്ത് എന്നുള്ളത് റിവറിൻ്റെ മുമ്പിൽ ഇരിക്കുക അല്ലെങ്കിൽ അടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഷീ ഈസ് ക്യാമ്പിങ്. അവൾ ക്യാമ്പിങ് ചെയ്യുവാണ്. ബൈ ദ റിവർ. ബൈ ദ റിവർ. ദ ബോട്ട് ഇസ് ബൈ ദ ലൈറ്റ് ഹൗസ്.
സോ ഇത്തരം വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പം ഇത് കുറച്ച് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ അതിനെ പറയേണ്ടത്. അതായത് എന്തിൻ്റെങ്കിലും അടുത്ത് ഉള്ളൊരു സാധനത്തിന് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം ബൈ ആണ് ഉപയോഗിക്കുന്നത്. ഷീ ഈസ് ക്യാമ്പിംഗ് ബൈ ദ റിവർ, ദ ബോട്ട് ഇസ് ബൈ ദ ലൈറ്റ് ഹൗസ്. ഓൾറൈറ്റ്. സോ ഇത്തരം രീതിയിലുള്ള എന്താ പറയുക, കൂടുതൽ ഗ്രാമർ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേറൊരു അവസരമുണ്ട്. അതാണ് ക്യാപ്ഷൻ്റെ വക 30-day ഫ്രീ ട്രയലിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ലേൺ ആൻഡ് പ്രാക്ടീസ് എസ് എ ഗ്രൂപ്പ്, ചേർന്നിരുന്ന് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ്, നോളജ്, തോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കൂടാതെ ഒരു മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ ഉണ്ട്. മാസത്തിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ പോകുന്നു, എത്രത്തോളം നിങ്ങൾ പുരോഗമിച്ചു, എവിടേക്ക് നിങ്ങൾ ലാഗ് ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാം. ആൻഡ് ഒരു കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തും. കൂടാത്തതിന് കോൺസെപ്റ്റ്സിനെ വളരെ ചുരുക്കി വീഡിയോസിലാക്കാൻ നിങ്ങൾക്ക് ഡെയിലി മൈക്രോ ലെസൺസ് കിട്ടുന്നുണ്ടാവും. ആൻഡ് ലൈവ് ക്ലാസ്സസ്, ഇൻസ്ട്രക്ടറുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം, ഓൺ ദി സ്പോട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. കൂടാതെ മറ്റുള്ളവരായിട്ട് ചേർന്ന് പഠിക്കാൻ പറ്റും. കാരണം ഇതൊരു ലേൺ ടുഗെദർ പ്രോഗ്രാമാണ്. ഓൾ റൈറ്റ്, എന്തായാലും നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്തിരിക്കാം. ബാക്ക് ടു സെഷൻ. ഓക്കെ, ഒരു എന്താ പറയുക, ടേബിളിൻ്റെ അടിയിൽ ഒരു പട്ടി ഇരിക്കുന്നു, അതായത് കുട പിടിച്ചൊരു കൊച്ചു ഇരിക്കുന്നു. കൂൾ. The dog is sitting dash the table. എന്തായിരിക്കും? അതായത് അതിൻ്റെ അടിയിലാണ്. അടിയിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ എന്താ നമ്മൾ പറയുക? അണ്ടർ അല്ലേ? സിമ്പിൾ. അതുപോലെ തന്നെ the girl is standing under the umbrella. ബിലോ എന്ന് പറയുന്നതും താഴെ നിന്നാണ്, പക്ഷെ ബിലോ ഇവിടെ ഒരു പ്രോപ്പർ യൂസേജ് അല്ല, അതായത് അപ്രോപ്രിയേറ്റ് യൂസേജ് അല്ല. അണ്ടർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൃത്യമാണ്, അതായത് ഇതിൻ്റെ അടിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്തിൻ്റെങ്കിലും ബിലോ ഒക്കെ നമ്മൾ കൂടുതലും ഈ പുസ്തകത്തിൻ്റെ ബിലോയിൽ വെച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ താഴെ വേറെ ഉണ്ടാവും, അപ്പം ജസ്റ്റ് ബിലോ വെച്ചിരിക്കുന്ന അങ്ങനെ പറയുമ്പോൾ നമുക്ക് ബിലോ യൂസ് ചെയ്യാം. പക്ഷെ അണ്ടർ എന്ന് പറയുന്നത് ലിറ്ററലി ഇതിൻ്റെ താഴെയാണ് ഉള്ളത്, വേറെ ഒന്നുമില്ല. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ അണ്ടർ യൂസ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്. ഓക്കെ, ഇതെന്താണ് ഈ പിക്ചർ കണ്ടിട്ട്? ദ kangaroo jumped dash the fence. അതുപോലെ തന്നെ the clouds are dash the city. ഇതെന്തായിരിക്കും? jumped over, correct. over the fence. above the fence എന്ന് പറയില്ല യൂഷ്വലി, ബിക്കോസ് അതും ഇതുപോലെ തന്നെ ഒരു പ്രോപ്പർ യൂസേജ് അല്ല. above the fence എന്ന് പറയില്ല, over the fence. അതിനെ മറികടന്നു അല്ലെങ്കിൽ ചാടി, അതിന് മേളിൽ കൂടെ ചാടി എന്ന് പറയുന്നതിനാണ്. the clouds are over the city. അബവ് ദ സിറ്റി എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം, ഇത് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമ്മൾ അബവ് ദ ഫെൻസ് എന്ന് പറയില്ല, ഓവർ ദ ഫെൻസ് എന്നാണ് പറയുന്നത്. ഓൾ റൈറ്റ്, സൂപ്പർ. ഇത് ദ എയറോപ്ലെയിൻ ഇസ് ഫ്ലൈയിങ് ഡാഷ് ദ ക്ലൗഡ്സ്. ഇവിടെ നമുക്ക് പറയാൻ പറ്റും അബവ് ദ ക്ലൗഡ്സ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡിന് തൊട്ട് മേളിൽ കൂടെയാണ് അത് പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, തൊട്ട് മേളിൽ, അബവ് ദ. അങ്ങനെ വരുമ്പം അതുപോലെ തന്നെ ഈ ഒരു കാര്യം നോക്ക്, വെള്ളത്തിന് ജസ്റ്റ് മേളിലാണ് ഇതിൻ്റെ തല ഇരിക്കുന്നത്. ദ സീൽസ് ഹെഡ് ഇസ് above the water, അതായത് തൊട്ട് മേളിൽ. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ above യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബുക്ക് ബിലോ എന്ന് പറയുന്നത് തൊട്ട് താഴെ ഇരിക്കുന്നതിന് നമുക്ക് പറയാൻ പറ്റും ബിലോ എന്ന്. അതുപോലെ തന്നെ തൊട്ട് മേളിൽ പോകുന്ന സംഭവങ്ങൾക്ക് നമുക്ക് above എന്ന് പറയാൻ പറ്റും. ഓൾ റൈറ്റ്, ക്ലാരിഫൈ ആയി തോന്നണു. ഇതെന്താണ്? ഒരു അടിപൊളി മനുഷ്യൻ കണ്ണാടിയുടെ മുമ്പിലേക്ക്. ഹീ സ്റ്റാൻഡിങ് ഡാഷ് ദ മിറർ. ഹീ സ്റ്റാൻഡിങ്, എവിടെയാണ് നിൽക്കുന്നത്? കണ്ണാടി ഇവിടെയാണ്, കണ്ണാടിയുടെ മുൻപിൽ. മുൻപിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഹീ ഇസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഹീ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ദ വുമൻ ഇസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലാപ്ടോപ്പ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ലാപ്ടോപ്പ്, സെയിം സംഭവമാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ലാപ്ടോപ്പ്, അതിൻ്റെ മുമ്പേ ആണ് ഇരിക്കുന്നത്. ഓൾ റൈറ്റ്. കർട്ടൻ്റെ പുറകിൽ ആരോ മറിഞ്ഞിരിപ്പുണ്ട്. ആരാണത്? There is someone dash the curtain. ആരാണ്? കർട്ടൻ്റെ പുറകിലാണ്. പുറകിൽ എന്ന് പറയുമ്പോൾ എന്താ? behind. There is someone behind the curtain. The thief is dash the bars. ബാറിൻ്റെ പുറകിലാണ്. behind the bar, same thing. All right. The little girl is sitting dash the two cars. രണ്ട് കാറിൻ്റെ ഇടയിലാണ്. അപ്പോൾ എന്താ പറയുക? ഇടയിൽ എന്ന് പറയുമ്പം ബിറ്റ്വീൻ, നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ the dog is sitting dash the girls. രണ്ട് കുട്ടികളുടെ നടുക്കാണ് ഡോഗ് ഇരിക്കുന്നത്. അഗെയിൻ ബിറ്റ്വീൻ തന്നെയാണ്, സെയിം സംഭവമാണ് ഇവിടെ. സോ
ഇത്തരം വാക്കുകൾ, അതായത് പ്രിപ്പോസിഷൻസ് നമ്മൾ ലൊക്കേഷനോ അല്ലെങ്കിൽ പൊസിഷനോ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഒരുപാട് സാധനങ്ങളുണ്ട് ഉപയോഗിക്കുന്നത്. കറക്റ്റ് എവിടെയാണ് എന്താണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. ഇത് വളരെ സിമ്പിൾ സെൻറ്റൻസ് ആണ് നമ്മളിന്ന് എടുത്ത് നോക്കിയത്. അപ്പം ഈ സെൻറ്റൻസ് ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അത് ഓവർ, ബിഹൈൻഡ്, അല്ലെങ്കിൽ ബിലോ, അണ്ടർ, എബവ്, ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നമുക്കൊരു പ്രോപ്പർ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട്, കാരണം നമ്മൾ പ്രിപ്പോസിഷൻസ് കറക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണോ അത് കൃത്യമായിരിക്കും. കറക്റ്റ് ഇതാണ് നമ്മൾ കൊടുക്കുന്നത്, ഡയറക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അത് കാരണം പ്രിപ്പോസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സാധനത്തിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ പറയുമ്പം വളരെ ഉപയോഗം വരുന്ന ഒരു സംഭവമാണ് ഈ പ്രിപ്പോസിഷൻസ്. കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. കൂടാതെ ക്യാപ്ഷൻ്റെ 30 days ഫ്രീ ട്രയൽ കിട്ടാൻ caption.com വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതുപോലെ രസകരമായ ടോപ്പിക്കുമായിട്ട് വരാം. ടിൽ ദെൻ ടാറ്റാ.